നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലാപുരത്തുള്ള MG റോഡിൽ ഡോക്ടർ TMA പൈ ഇൻ്റർനാഷണൽ കൺവെൻഷണൽ സെൻറ്ററിൻ്റെ മുമ്പിലാണ്. ഒരുപാട് കാറുകൾ, അതും ബെൻസ് കാറുകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിവിടെ വരുന്ന സമയത്ത്. ദുബായിലുള്ള നമ്മുടെ ചങ്ക് ഷിഹാദിൻ്റെ നിക്കാഹായിരുന്നു ഇന്ന്. ഈ മംഗലാപുരത്തുള്ള കല്യാണം എനിക്ക് കൂടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛൻ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഡിസ്ചാർജ് ആയ സമയത്ത് നോക്കുമ്പോൾ പിറ്റേസായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഓടി എത്താൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ മംഗലാപുരത്തേക്ക് വന്നു. അവൻ്റെ കല്യാണം അവിടെ വരുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ അവൻ്റെ വണ്ടിയൊക്കെ ഇറങ്ങി അങ്ങോട്ട് കയറി പോകുമായിരുന്നു. മാംഗ്ലൂർ ഭാഗത്തേക്ക് ഞാൻ കല്യാണം കൂടാൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഈ ഒരു കൺവെൻഷൻ ഹാൾ ഒരുക്കിയിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ. നമ്മുടെ ആ എൻട്രൻസിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഒരു ലോബിയൊക്കെ അടിപൊളിയാണെന്നും പറയാനില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ നിക്കാഹ് നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിലേക്ക് പോയി. നമ്മൾ സാധാരണ നിക്കാഹ് ഫംഗ്ഷനൊക്കെ നടക്കുന്ന പോലെ തന്നെ ലേഡീസിന് സെപ്പറേറ്റ് ഒരു ഹോളും അതുപോലെ ജെൻസിന് സെപ്പറേറ്റ് ഹോളാണ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചങ്ക്, നമ്മുടെ കല്യാണ ചെക്കൻ ഷിഹാദ് നടന്നു വരികയാണ്. നല്ല അടിപൊളി ട്രഡീഷണൽ ഒരു സുൽത്താൻ ലുക്കിലായിരുന്നു അവൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ. കൃത്യസമയത്ത് തന്നെ നമ്മുടെ നിക്കാഹ് ഫംഗ്ഷനൊക്കെ ആരംഭിച്ചു കേട്ടോ. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു സ്റ്റേജിലോട്ട് കയറി അവനെ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആ ഒരു വിലയൊക്കെ മനസ്സിലാവുന്നത് അപ്പോഴാണ്. നമ്മുടെ വെഡ്ഡിങ് സമയത്തൊക്കെ അവരെ ഒന്ന് കാണുക, തിരിച്ചു കിട്ടുന്ന സ്നേഹമൊക്കെയാണ്. അതൊക്കെയാണ് ആ ഒരു ബന്ധം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ദുബായിലുള്ള എമറാൾഡ് ഗ്രൂപ്പ് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഭക്ഷണമാണെങ്കിൽ 4 കോർണറിലായിട്ട് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അതുപോലെ ബീഫ് ഐറ്റംസ്, ചിക്കൻ ഡ്രൈ ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാസർഗോഡ് സ്പെഷ്യലായിട്ടുള്ള കൽത്തപ്പം, അതേപോലെ പൊറോട്ട, അതൊക്കെ വേറെയും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നമ്മളെ മാംഗ്ലൂരിൻ്റെ സ്പെഷ്യൽ താലി മീൽസ് വേണമെങ്കിൽ അത് വെജിറ്റേറിയൻ സെക്ഷനിൽ അതും ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അതാണ് പോയി കൈവച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഡബിൾ ഷെയ്ഡുള്ള പപ്പടമൊക്കെ ആയിട്ട് ഇത്തവണ ബിരിയാണി അങ്ങ് മാറ്റിപ്പിടിച്ച് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ വിട്ടു.